എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിത സുജിത്ത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എൻ്റെ ഈ 36 ദിവസത്തെ ജേണിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് അനുഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയായിരുന്നു. ഉറക്കമില്ലായ്മയേക്കാളും കഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഗ്യാസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ചകൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. നമ്മൾക്ക് നേരിട്ടുള്ള അനുഭവം വരുമ്പോഴാണ് ഓരോ കാര്യത്തിനും എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കൈവേദന, കാലുവേദന, നെഞ്ചുവേദന, നെഞ്ചിരിച്ചിൽ, പുറം വേദന, തലവേദന, അങ്ങനത്തെ പല പല ഇഷ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ, പല കാര്യങ്ങളും നമ്മൾക്ക് നേരിട്ടുള്ള അനുഭവത്തിലും കൂടെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിവേ, എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഞാൻ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ചെയ്ത ഒരു റെമഡി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന അരമണിക്കൂർ മുൻപ് ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുന്നത്. പാൻഡോപ്പ് എന്ന് പറഞ്ഞൊരു ടാബായിരുന്നു തന്നിരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ അതേ രീതി തന്നെ ഫോളോ ചെയ്തു. പക്ഷേ എനിക്കൊരു ചായ കുടിക്കാനോ ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് കഴിച്ചാലും അപ്പം തന്നെ വയറ് വീർക്കുക, വയറ് ബ്ലോട്ടാകും. ഗ്യാസ് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇത് ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല, വയറിങ്ങനെ വീർത്ത് കുന്തം പോലെ നിൽക്കുന്ന അവസ്ഥ. ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് ചെറിയ ചൂടുവെള്ളം കുടിക്കുക, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മളതെല്ലാം ചെയ്തു, ഒരു രക്ഷയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തീരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോരാൻ പറഞ്ഞു. എന്നിട്ടും നമ്മൾ എന്തെങ്കിലും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ, കാരണം ഇവിടുന്ന് എറണാകുളം വരെ പോകണമെന്നുള്ളത് നിസ്സാര കാര്യം. ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി ഓരോരോ റെമഡീസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് കിട്ടിയ വളരെ എഫക്റ്റീവായിട്ടുള്ള, പലർക്കും അറിയാമായിരിക്കും, ഇത് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം സാധാരണ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്കിപ്പ് ചെയ്യുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉച്ചയ്ക്ക് ചോറിന് പകരം സോഡാലയും ലൈം ജ്യൂസ്, പബ്സ് അങ്ങനെയുള്ളത് കഴിക്കുക. ഇറഗുലർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് കൂടുതലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ചിലർക്ക് വേറെ ഗ്യാസിൻ്റെ പ്രശ്നമായിട്ടുള്ളവർക്കുണ്ടല്ലോ, അവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയൊരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഈ ഒരു ഹോം റെമഡി. അത് എല്ലാവർക്കും പ്രാവർത്തികം ആവേണ്ടതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അടുക്കളയിൽ കയറാറാവാത്തത് കൊണ്ട് തന്നെ ചെയ്ത് കാണിക്കാൻ നിവർത്തിയില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെള്ളം, ജീരകം, ശർക്കര, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോസ്പാനോ ചെറിയ പാത്രമോ, നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം തീ കുറച്ചിട്ട് വേണം വയ്ക്കാൻ. ഒരു 1-1.5 സ്പൂൺ ജീരകം ഇടുക. നല്ല ജീരകം, ചെറിയ ജീരകമില്ലേ, അതിടുക. അതിട്ടിട്ട് നല്ലപോലെ വറുക്കുക. നല്ലപോലെ വറുത്ത് അതിൻ്റെ കളറ് മാറി കരിഞ്ഞു പോകാതെ നോക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ലപോലെ വറുത്ത് ജീരകം പൊട്ടി അതിൻ്റെ കളറ് മാറുന്ന ഒരു സമയത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കര ഇടുക. ഒരു 2 സ്പൂൺ ശർക്കര ഇടുക. 2-2.5 സ്പൂൺ ശർക്കര ഇടുക. ഒരു നുള്ള് കുരുമുളക് പൊടി ഇടുക. ഇത്രയും മതി. ഇത് നല്ലപോലെ തിളച്ച് വറ്റി 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ്സായിട്ട് മാറണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക, അരിച്ചെടുക്കുക. നല്ലതുപോലെ ആ ചൂടാറിയതിന് ശേഷം നമുക്ക് പറ്റാവുന്ന രീതിയിൽ അത് കുടിക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജീരക കഷായമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇപ്പം അത് കുടിച്ചത് കൊണ്ട് മാത്രം ഗ്യാസിൻ്റെ പ്രോബ്ലം മാറി എന്നല്ല ഞാൻ പറയുന്നത്. മെഡിസിൻ ഉണ്ടായിരുന്നു എങ്കിൽ പോലും എനിക്കത് കുടിച്ചതിന് ശേഷം, അപ്പം നമുക്ക് അങ്ങനെ വിശ്വസിക്കാനല്ലേ പറ്റത്തുള്ളൂ, കുടിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് നേരത്തെയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ സർജറിക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. അത് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും നല്ല വ്യത്യാസം വന്നു. വയറ് വീർത്തിരുന്ന വയറ് പെട്ടെന്ന് താന്നു, വിശപ്പായി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒപ്പം ഭക്ഷണ രീതിയും കൂടെ നല്ല രീതിയിലാക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. രാവിലത്തെ ഭക്ഷണം പ്രധാനമായിട്ടും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.